അപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, കാനഡ എന്ന വൻമരം വീഴുമോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പ്രിജി. നമ്മൾ കാനഡയിൽ ഫാമിലി ആയിട്ട് ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രോവിൻസിൽ സെറ്റിൽഡ് ആണ്. കാനഡ എന്ന വൻമരം വീണോ അതോ ചരിഞ്ഞോ എന്നറിയാൻ ഒത്തിരി പേർക്ക് താല്പര്യമുണ്ടെന്നറിയാം. ഒത്തിരി പേര് കാനഡയിലോട്ടൊക്കെ പഠിക്കാൻ വരാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഇവിടെ ഒത്തിരി പുതിയ റൂൾസ് ഒക്കെ വന്നതും ചേഞ്ചസ് ഒക്കെ സംഭവിച്ചതും. അങ്ങനെ ഒത്തിരി പേരുടെ പ്ലാൻസ് മാറിപ്പോയിട്ടുണ്ട്. പിന്നെ PR കിട്ടാൻ ഇവിടെ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസും വേറെ വർക്കിംഗ് ആൾക്കാരും ഒക്കെ സ്ട്രഗിളിംഗ് ആണ്. ഒത്തിരി പേരുടെ മെസ്സേജിനുള്ള ഒരു റിപ്ലൈ കൂടിയാണ് ഈ വ്ളോഗ്. പലരുടെയും പ്ലാൻസ് ഒക്കെ മാറി മറിഞ്ഞു എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം അത് പേരൻസിനും ഉണ്ട്, സ്റ്റുഡൻസിനും ഉണ്ട്. കുറച്ച് പേരൊക്കെ വറീഡാണ് പ്ലാൻസ് മാറിപ്പോയതിൽ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ പെർമിറ്റ് ഒക്കെ ഒത്തിരി നമ്പേഴ്സ് കുറച്ചിട്ടുണ്ട്. അത് ഈ 2023 നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു 35% ഡിക്രീസ് ആയിട്ടുണ്ട്. ഈ PhD മാസ്റ്റേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഇത് അത്രയും ബാധിച്ചിട്ടില്ല. പിന്നെ ചില റൂൾസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. സ്റ്റുഡൻസ് വരുന്നവർക്ക് അവരുടെ ഫ്യൂച്ചറിന് അത് കുറച്ചുകൂടെ സെക്യൂരിറ്റി ആയിരിക്കും. ഇപ്പൊ സ്റ്റഡി പെർമിറ്റ് ഒക്കെ അപ്രൂവ് ആകാൻ വേണ്ടി ഇവർ പ്രൊവിൻസിൽ നിന്നുള്ള അറ്റസ്റ്റേഷൻ ലെറ്റർ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒണ്ടാരിയോ, ബ്രിട്ടീഷ് കൊളംബിയ ഇങ്ങനെയൊക്കെയുള്ള പ്രോവിൻസുകൾ നല്ല പോപ്പുലേറ്റഡ് ആണ്. പക്ഷെങ്കിൽ മറ്റു പ്രോവിൻസുകളുണ്ട് അത്രയും പോപ്പുലർ അല്ലാത്തത്. അപ്പൊ അവർ കുറച്ചുകൂടെ സ്റ്റുഡൻസിനെ എടുക്കാൻ താല്പര്യപ്പെടുന്നത് അങ്ങോട്ടായിരിക്കും. കാര്യം ആ പ്രോവിൻസും ഡെവലപ്പ് ആവണമല്ലോ. പിന്നെ ഒത്തിരി പേര് ഫ്രോഡ് കാണിച്ചവരെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഫേക്ക് IELTS സ്കോർ ഒക്കെ കാണിക്കുക, പിന്നെ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് കാണിച്ച് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കുന്ന സ്റ്റുഡൻസ്, ഇങ്ങനെയൊക്കെ വർഷങ്ങളായിട്ടുള്ള ഒത്തിരി ഫ്രോഡുകൾ പിടിക്കപ്പെട്ടും ഒക്കെ ആവുമ്പോഴാണ് ഗവൺമെന്റും ഒന്ന് തിങ്ക് ചെയ്യുന്നത്. സ്പൗസ് അല്ലാത്ത ആളെ നമ്മളൊരു ഫേക്ക് സ്പൗസൽ വിസ കാണിച്ച് ഇവിടെ കൊണ്ടുവരുന്നു. എല്ലാവരും അങ്ങനെയല്ല, കുറച്ച് പേര് മതിയല്ലോ. ഇപ്പൊ ലാസ്റ്റ് വീക്ക് ഒരു ന്യൂസ് വന്നതായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു 24 വയസ്സുള്ള യുവാവ് ഒരു 60 വയസ്സുള്ള മനുഷ്യന്റെ പാസ്പോർട്ടുമായിട്ട് പുള്ളി കുറച്ച് രൂപമാറ്റമൊക്കെ വരുത്തി, വെള്ള ഹെയർ ഒക്കെ ആക്കി, പിന്നെ ഗ്ലാസസ് ഒക്കെ വെച്ച് ഒരു ഓൾഡ് ലുക്ക് വരുത്തി കാനഡയിലോട്ട് കടക്കാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ അവിടെ പോലീസുകാർക്ക് ഒരു ഡൗട്ട് തോന്നി, സൗണ്ടും പിന്നെ രൂപവും എല്ലാം തമ്മിൽ വലിയ മാച്ച് അല്ലാത്തതുകൊണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടു. പിന്നെ ചോദ്യം ചെയ്തപ്പോഴാണ് 24 വയസ്സുള്ള ആളാണ് ഈ 60 വയസ്സുള്ള ആളായിട്ട് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ എന്തുമാത്രം ധൈര്യമാണ് ഈ ഫേക്കും ഫ്രോഡും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. പല രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയും ഒത്തിരി കോളേജുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബിസിനസ് ആണല്ലോ, അതിനുവേണ്ടി ഒത്തിരി ഫ്രോഡ് കാണിക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പം 200 സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള പെർമിഷനെ കാണത്തുള്ളൂ. പക്ഷെങ്കിൽ ഒരു എക്സ്ട്രാ 200 പേരെ കൂടെ അങ്ങ് എടുക്കും. ആ എക്സ്ട്രാ 200 പേർക്ക് കോളേജിൽ നിന്ന് പ്രോപ്പർ എഡ്യൂക്കേഷനോ ഫെസിലിറ്റീസോ ഒന്നും കൊടുക്കുന്നില്ല. അവരെവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ജോലിയും ചെയ്ത് നടക്കുമായിരിക്കും. അവസാനം എങ്ങനെയൊക്കെയോ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ പാസ് ഔട്ട് ആവുന്നവര് എന്തുവാ പഠിച്ചതെന്ന് അവർക്കും അറിയത്തില്ല. അതൊരു ജോബ് മാർക്കറ്റിന് ഒരു ഭാരം കൂടാണ് ഗവൺമെന്റിനെ സംബന്ധിച്ച്. അപ്പൊ ഇതൊക്കെ റെസ്ട്രിക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അവര് കുറെ കടുംപിടുത്തങ്ങൾ കൊണ്ടുവന്നാലേ നടക്കത്തുള്ളൂ. പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന്റെ സ്പൗസിന് വിസ കിട്ടുമായിരുന്നു. പക്ഷെ ഇനി അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് വരുക. ലൈക്ക് മാസ്റ്റേഴ്സും PhD ഒക്കെ എടുക്കാൻ വരുന്നവർക്ക് ചിലപ്പം സ്പൗസിന്റെ വിസ കൊടുക്കത്തുള്ളൂ. കാനഡ എന്ന വൻമരം ചരിഞ്ഞോ അതോ വീണോ, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ ചുമ്മാ ഒരു അന്തം കുന്തവും ഇല്ലാതെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ പെർമിഷൻ കൊടുത്ത് നമ്മുടെ രാജ്യത്തോട്ട് കൊണ്ടുവന്നു. പിന്നെ ഈ സിറിയയിലും അഫ്ഗാനിലും ഒക്കെ വാർ നടന്നപ്പോഴും ഒത്തിരി പേരെ റിഫ്യൂജി സ്റ്റാറ്റസിൽ കൊണ്ടുവന്നു. വന്നവരെല്ലാം കൂടെ ജോലിയില്ല, വീടില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് വേറെ. നമ്മളിങ്ങനെ ആളെ കൂട്ടി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു. ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രോവിൻസിൽ വന്ന് സെറ്റിൽ ആവാനും ഇമിഗ്രേഷൻ നടത്താനുമായിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പം ഓൾറെഡി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പല സ്ഥലങ്ങളും പിന്നെ ഓവർ പോപ്പുലേറ്റഡ് ആവുക. നമ്മൾ ഈ കല്യാണം വിളിക്കുമ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ 8 പേര് കാണും. എല്ലാവരും കല്യാണത്തിന് ഉറപ്പായിട്ടും വരണമെന്ന് പറയും. നമ്മൾ കണക്കെടുക്കുമ്പോൾ ആലോചിക്കും, അവിടുത്തെ 2 പേര് ഓഫീസിൽ പോകുന്നവര് അല്ലെങ്കിൽ 2 പേര് സ്കൂളിൽ പോകുന്നവര്, അപ്പൊ അവിടുന്ന് ഒരു 4 പേരെ വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു കണക്ക് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാവരും എങ്ങും പോകാതെ കൃത്യം നമ്പറും കല്യാണത്തിന് വന്നാൽ നമ്മൾ പെട്ടില്ലേ. അതുപോലാണ് ഇവിടെ പറ്റിയത്. എല്ലാ രാജ്യത്തു നിന്നും പഠിക്കാൻ വന്നവരും ജോലിക്ക് വന്നവരും വീട്ടുകാരെയും നാട്ടുകാരെയും പിന്നെ അയലോക്കാരെയും എല്ലാവർക്കും PR എടുത്തിങ്ങി കൊണ്ടുപോകുന്നു. അത് സ്വാഭാവികം. അപ്പൊ ന്യൂസിൽ വന്നൊരു കാര്യമാണ്, കാനഡ പ്രസിന് IRCC കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 2 ഇയേഴ്സ് മുമ്പ് ഗവൺമെന്റിന് വാർണിംഗ് കൊടുത്തതാണ് ഇമിഗ്രേഷൻ നമ്പർ കുറച്ചില്ലെങ്കിൽ ഹൗസിംഗ്, ജോബ് ഒക്കെ ബാധിക്കുമെന്ന്. അങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്ത് എക്സീഡായി. ഈ പോപ്പുലേഷൻ ഗ്രോത്തും ഹൗസ് സപ്ലൈ പിന്നെ മറ്റ് സർവീസസ് എല്ലാം തമ്മിൽ അങ്ങനെ ഒരു മിസ് അലൈൻമെന്റിലെത്തി. അപ്പൊ ഈ പുതിയ റൂൾസ് ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി പേര് പ്ലാൻ ചെയ്ത് ഇവിടെ വന്ന് സെറ്റിൽ ആവണം എന്ന് പ്ലാൻ ചെയ്തും പഠിക്കാനിരുന്നവരും ഒക്കെ ഉള്ളവരുടെ കുറച്ച് ഡ്രീംസ് ഒന്ന് ഷാറ്റേഡ് ആയിട്ടുണ്ട്.
പിന്നെ പെട്ടെന്ന് PR കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ധാരണ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ എല്ലാ കൺട്രീസിലും ഇമിഗ്രേഷൻ സംബന്ധിച്ച് ഇങ്ങനെ റൂൾസും റെഗുലേഷൻസും ഒക്കെ മാറി. പക്ഷെ നമ്മുടെ സമയം വരും ദാസ എന്നുള്ള ഒരു പോസിറ്റിവിറ്റി നമുക്കും കാണണം. ഈ ഓരോ ചേഞ്ചും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വേറെ നല്ല കാര്യങ്ങൾ സംഭവിക്കാനായിരിക്കാം എന്നും നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ചിലപ്പം കാനഡ ട്രൈ ചെയ്തിട്ട് പഠിക്കാൻ വരാൻ പറ്റാഞ്ഞവർക്ക് വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ടൊക്കെ പിന്നീട് കിട്ടാം. അതൊക്കെയാണല്ലോ പോസിറ്റിവിറ്റി. അപ്പൊ ഓരോരുത്തരും ലൈഫിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, കണ്ടിന്യൂസ്ലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പ്രേ ചെയ്യുക. എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ.